കണ്ണൂർ ശ്രീകണ്ഠാപുരം പരിപ്പായിൽ സ്വർണം നിധി കിട്ടി. വലിയ വാർത്തയാണ്. 365 വർഷം പഴക്കമുള്ള നാണയത്തുട്ടുകളാണ് കിട്ടിയത്. 1659-നും 1826-നും ഇടയ്ക്ക് 365 വർഷത്തിന് മുമ്പ് ആ സ്വർണ്ണ നാണയങ്ങൾ വെനീഷ്യൻ ഡാക്കറ്റ് സ്വർണത്തിൽ നിർമ്മിച്ചതാണ്. വെനീഷ്യയിലെ ഡ്യൂക്ക് ഭരണകൂട കാലഘട്ടത്തിലാണ് അവർ ഇന്ത്യയിലെ കടൽ മാർഗം സഞ്ചരിച്ച് വന്നത് എന്ന് കണക്കാക്കപ്പെടുന്നു. ഇവിടെ 365 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സാമൂതിരി രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ അവർ വെനീഷ്യൻ ഡ്യൂക്ക് ഭരണകൂടത്തിൻ്റെ ആൾക്കാർ ഇവിടെ വന്നു എന്നാണ് കരുതപ്പെടുന്നത്. ഇപ്പം സ്വകാര്യ ഉടമസ്ഥയിലുള്ള പറമ്പിലെ മഴക്കുഴി എടുത്ത തൊഴിലുറപ്പ് സ്ത്രീകൾക്കാണ് ഈ നിധി കിട്ടിയത്. ഈ നിധി നമുക്ക് നമ്മുടെ പറമ്പിൽ നിന്ന് എവിടെ നിന്ന് കിട്ടിയാലും അത് സർക്കാരിൻ്റെ തന്നെയാണ്. 1878 ഇന്ത്യൻ ട്രഷർ ട്രോവ് ആക്ട് പ്രകാരം അത് സർക്കാരാണ്. ബ്രിട്ടീഷ് കാലത്ത് പല നിധികളും ഇവിടെ ഇന്ത്യയിൽ കിട്ടിക്കൊണ്ടിരുന്ന സമയത്താണ് അതിൻ്റെ പങ്ക് അല്ലെങ്കിൽ അത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ലഭിക്കണമെന്ന് കരുതിയിട്ടാണ് 1878 ഇന്ത്യൻ ട്രഷർ ട്രോവ് ആക്ട് നടപ്പാക്കിയത്. അതനുസരിച്ച് 10 രൂപയിൽ കൂടുതൽ വിലയുള്ള ഏത് നിധിയും സർക്കാരിൻ്റെ തന്നെ. നിങ്ങൾക്കാർക്കും നിധി കിട്ടിയാൽ അത് സർക്കാരിലേക്ക് പോകും, അല്ലെങ്കിൽ അത് ഒളിച്ചു വെച്ച് ആരും പറയാതെ ആരും അറിയാതെ ഇരുന്നാൽ പ്രയോജനപ്പെട്ടേക്കാം. പക്ഷേ ഈ വിവരങ്ങൾ വെളിയിലോട്ട് പോയാൽ സർക്കാരിന് നിധി കൊടുക്കേണ്ടി വരും. നിങ്ങൾ അത് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ, അപ്രകാരം നിധി കിട്ടിയിട്ടുണ്ടെങ്കിൽ, അത് റിക്കവറി വല്ലതും നടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേസിലെ പ്രതിയോ ആവും. ആ നിയമം അനുസരിച്ച് നിങ്ങൾ ഇന്ത്യൻ പൗരൻ കിട്ടുന്ന നിധി സർക്കാരിന് കൊടുത്തേ പറ്റുള്ളൂ. നിധിയുള്ള സ്ഥലങ്ങളിൽ ലോകത്തിൻ്റെ പല ഭാഗത്തും വലിയ ഗാർഡിലാണ് അല്ലെങ്കിൽ ട്രഷറുള്ള അല്ലെങ്കിൽ സ്വത്തുക്കൾ കുമിഞ്ഞു കൂടിക്കിടക്കുന്ന സ്ഥലങ്ങൾ ഇന്ത്യയിൽ ധാരാളം സ്ഥലങ്ങളുണ്ട്. താല്പര്യമുള്ളവർക്ക് അവിടെ പോയി രഹസ്യമായിട്ട് ഒന്ന് നോക്കാം, കിട്ടുമോ ഇല്ലോ എന്ന് നോക്കാം. കാരണം ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധി എണ്ണിത്തീർന്നിട്ടില്ല, അല്ലെങ്കിൽ ആ ട്രഷർ എണ്ണിത്തീർന്നിട്ടില്ല. അവിടെ എന്തുമാത്രം സ്വത്തുക്കൾ ഗോൾഡ് ഓർണമെൻ്റ് ഉണ്ടെന്ന് നമുക്കറിയില്ല. 1-2 സ്ഥലങ്ങൾ നോക്കി സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ അനുസരിച്ച് ഇനി അവിടെ ചില അറകൾ തുറക്കാനുണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ നിധി ഇരിക്കുന്ന ഒരു സ്ഥലം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ്, കേരളത്തിലാണ്, തിരുവനന്തപുരത്താണ്. അതുപോലെ മൂകാംബിക ടെമ്പിളിലും നിധി ധാരാളം സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ആന്ധ്രയിലെ കൃഷ്ണ റിവർ അവിടെയും ധാരാളം നിധികളുണ്ടെന്നാണ് പറയുന്നത്. ഹൈദരാബാദ് കിങ് കോതി പാലസിലും നിധി ഇങ്ങനെ കുമ്മിഞ്ഞു കൂടിക്കിടക്കുകയാണ്. താല്പര്യമുള്ളവർക്ക് അവിടെ പോകാം. ജയ്ഗർ ഫോർട്ട് ജയ്പൂരിൽ തന്നെ അൽവാർ ഫോർട്ടിലും രാജസ്ഥാനിലെ അവിടെ കിങ് കോതി പാലസ് ഉണ്ട് ഹൈദരാബാദ്. ഇവിടെയൊക്കെ നിധികൾ ഇങ്ങനെ കുമ്മിഞ്ഞു കൂടിക്കിടക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നാണയങ്ങളും സ്വർണ്ണാഭരണങ്ങളും പഴയ കാലഘട്ടം മുതൽ അവിടെ ഇങ്ങനെ സൂക്ഷിച്ച് അതിങ്ങനെ കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് ഇന്ത്യയിൽ കാണാം. $120 മില്യൺ വർത്തുള്ള സ്രോഡ ട്രഷർ ആണ് പോളണ്ടിലിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്ന സ്വർണ്ണ നാണയങ്ങളും സ്വർണ്ണങ്ങളും ഇരിക്കുന്ന സ്ഥലം അത് സ്രോഡ ട്രഷർ ലാൻഡാണ്, പോളണ്ടിലാണ്. അത് വലിയ ഗാർഡിലാണ് അവിടെ ഇപ്പോഴും അത് സൂക്ഷിക്കപ്പെടുന്നത്. പക്ഷേ എന്നാ നിധി കിട്ടിയാലും ശരി, വേറൊരാൾ അറിയാതെ നിങ്ങൾക്ക് അത് പലരും കൈകാര്യം ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. തിരുവനന്തപുരം നഗരത്തിലെ പല ഭാഗത്തുനിന്നും നിധി പലർക്കും കിട്ടി. വലിയ പണക്കാരായ ചരിത്രങ്ങളും കഥകളൊക്കെ തിരുവനന്തപുരം നഗരത്തിൽ കൂടെ പറന്ന് നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഒരു കാലഘട്ടത്തിലെ കുറേ വർഷങ്ങൾക്ക് മുമ്പ്, 10-20 വർഷങ്ങൾക്ക് മുമ്പ്, തിരുവനന്തപുരം നഗരത്തിലെ പല സ്ഥലത്തുനിന്നും പലർക്കും ഡയമണ്ടുകൾ കിട്ടി മണ്ണ് കുഴിച്ചപ്പോൾ. അത് ഏറ്റവും കൂടുതൽ നെടുമങ്ങാട് മണ്ണിനടിയിലും പലരും പറമ്പ് വാങ്ങിച്ച് 2-3-4 ഏക്കർ വാങ്ങിച്ചിട്ട് സംശയമുള്ള സ്ഥലങ്ങളിൽ അവർ വലിയ ഗർത്തങ്ങൾ സ്വീകരിച്ചും മണ്ണിനടിയിൽ കൂടെ വലിയ കുഴികൾ തീർത്ത് അവിടെ മരണമടഞ്ഞവരുണ്ട്. മണ്ണിടിഞ്ഞിട്ട് അത് പോലീസ് കേസെടുത്ത സംഭവങ്ങളുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് പല സ്ഥലത്തു നിന്നും പലർക്കും ഡയമണ്ട് കിട്ടി. അത് ചെന്നൈയിൽ കൊണ്ടുപോയി വിറ്റു, വലിയ കോടീശ്വരന്മാരായെന്ന് ധാരാളം കഥകൾ ഇവിടെ പ്രചരിക്കുന്നുണ്ട്. പക്ഷേ എത്ര നിധി കിട്ടിയാലും ശരി, നമ്മുടെ കൈവശം വെക്കാവുന്ന സ്വർണത്തിനൊരു കണക്കുണ്ട്. അത് ഒരു വിവാഹം കഴിച്ച സ്ത്രീക്കാണെങ്കിൽ
ടാക്സ് ഇല്ലാതെ 500 ഗ്രാം സ്വർണം കൈവശം വെക്കാവുന്നതാണ് ഇന്ത്യൻ നിയമം. വിവാഹം കഴിക്കാത്ത അൺമാരീഡ് ആയ ഒരു പെൺകുട്ടിക്കാണെങ്കിൽ അതിൻ്റെ പകുതി 250 ഗ്രാം വെക്കാം, ഒരു പ്രശ്നമില്ല. അതേസമയത്ത് പുരുഷന്മാർക്ക് അധികം സ്വർണമൊന്നും കൈവശം വെക്കാൻ പറ്റില്ല, 100 ഗ്രാം. അപ്പം അത്രേ നമുക്ക് പുരുഷന്മാർക്ക് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ടാക്സ് ഫ്രീ ആണ്. ഇത് പിടിച്ചാലും പോലീസോ അല്ലെ കസ്റ്റംസോ ആരെങ്കിലും വന്ന് വീട് റെയ്ഡ് ചെയ്തെടുത്താൽ തന്നെയും നമുക്ക് ഇത്രയും സാധനങ്ങൾ ടാക്സ് ഇല്ലാതെ കൈവശം വെക്കാം. കൂടുതൽ സ്വർണവും ഗോൾഡും കോയിനും ഒക്കെ നമ്മൾ വെച്ചാൽ ഇത് കൂടുതൽ ആ വീട്ടിലൊരാൾക്ക്, ഇപ്പം അവിടെ 2 സ്ത്രീകൾ മാരീഡ് ഉണ്ടെങ്കിൽ അവർക്ക് ഏകദേശം 100 ഗ്രാം വരെ വെക്കാം. അതേസമയത്ത് അമ്മയ്ക്കും ഒരു മകൾക്കും, അതേസമയത്ത് കല്യാണം കഴിക്കാത്ത ഒരു കുട്ടി ആ വീട്ടിൽ 1-2 പേരുണ്ടെങ്കിൽ 250 ഗ്രാമൊക്കെ വെക്കുകയും ചെയ്യാം. പുരുഷന്മാർക്ക് മാലയോ അരഞ്ഞാണോ ഒക്കെ ഇട്ടുകൊണ്ട് നടക്കാം. അത് 100 ഗ്രാമോ അത് കൂടുതൽ വ്യക്തികൾക്ക് സൂക്ഷിക്കാൻ പറ്റില്ല എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഇപ്പം കരിപ്പായ കിട്ടിയ ഈ സ്വർണ്ണ നാണയങ്ങളെ പലതും 365 വർഷം പഴക്കമുള്ളതാണെങ്കിൽ അത് സാമൂതി രാജാവിൻ്റെ കാലഘട്ടത്തിൽ രാജാവിൻ്റെ 2 പണം 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. അത് അന്ന് പണമെന്നാണ് പറയുന്നത്. 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. അത് വെള്ളി നാണയമാണ്. അതുപോലെ ഏറ്റവും അവസാനം ഏറ്റവും പുതിയതായി കിട്ടിയിരിക്കുന്ന 1826 ആലി രാജായുടെ കാലത്താണ്. സാമൂതി രാജാവിൻ്റെ കാലഘട്ടത്തിൽ ആലി രാജ എന്ന് പറഞ്ഞ ആൾ ഭരിച്ചപ്പോഴാണ്, ആ കാലഘട്ടത്തിൽ ഇറക്കിയതാണ് കണ്ണൂർ പണം. അങ്ങനെ 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. അതേസമയത്ത് ഇൻഡോ ഫ്രഞ്ചിൽ ചില നാണയങ്ങളും അവിടുന്ന് ലഭിച്ചിട്ടുണ്ട്. കാശുമാല, സ്വർണ്ണമാല, നാണയങ്ങളൊക്കെ അവിടുന്ന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഈ ഏകദേശം 13 കാശമാലകളും 4 സ്വർണ്ണ നാണയങ്ങളും ഈ മഴക്കുഴിയെടുത്ത ആ തൊഴിലുറപ്പ് സ്ത്രീകൾക്ക് അത് ലഭിക്കുകയും അത് പോലീസിലെ അറിയിക്കുകയും ആർക്കിയോളജി വകുപ്പുകൾ അവിടെ വരികയും ഏത് കാലഘട്ടത്തിലെയാണ് ഇവയെന്നൊക്കെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് എന്താണ് പ്രയോജനം? ഇവർക്ക് സർക്കാരിന് വേണമെങ്കിൽ അത് വിലപിടിപ്പുള്ളതാണെങ്കിൽ അത് സർക്കാരിന് റിവാർഡ് കൊടുക്കാം. ഈ കണ്ടെത്തിയവർക്ക് ഒരു റിവാർഡ് കൊടുക്കുന്നത് അതിന് വകുപ്പുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ വില നിശ്ചയിക്കാൻ പറ്റില്ല. കാരണം 365 വർഷം പഴക്കമുള്ളതാണ്. ആർക്കിയോളജി വകുപ്പുകാർ ഇന്ത്യയിലെ 100 വർഷം പഴക്കമുള്ള ഒരു സാധനവും നിങ്ങൾക്ക് വിൽക്കാൻ പറ്റില്ല. 100 വർഷം പഴക്കമുള്ള കെട്ടിടം പൊളിച്ചു കളയാൻ പറ്റില്ല. അതുകൊണ്ട് ആർക്കിയോളജി ഡയറക്ഷൻ അവരുടെ ഇതനുസരിച്ച് ഇതിൻ്റെ മൂല്യം എത്രയാണ് എന്ന് കണ്ടെത്താനും ബുദ്ധിമുട്ടാണ്. എന്നാലും അവർക്ക് കാണാം. എന്നാലും ഒരു നല്ല റിവാർഡ് ഇതിന് കൊടുക്കാൻ അത് പോലീസ് റെക്കമെൻഡ് ചെയ്യണം. കാരണം എത്ര സ്ത്രീകളുണ്ട് അവർക്ക് ഈ അമൂല്യ നിധിക്ക് വിലയിടാൻ പറ്റുമെങ്കിലും അതുങ്ങൾക്ക് എല്ലാവർക്കും വേണമെങ്കിൽ ഒരു 1000 രൂപ വെച്ച് സർക്കാരിന് റിവാർഡ് കൊടുക്കാനും പ്രൊവിഷനുണ്ട് 1868 ഈ ഇന്ത്യൻ ട്രഷർ ട്രോവ് ആക്ട് പ്രകാരം. അതുകൊണ്ട് ആ നിധി എടുത്ത് അവർ പോക്കറ്റിൽ വെക്കാതെ അത് അവരെ അധികാര സ്ഥലത്ത് അറിയിച്ചതിന് അതുകൊണ്ട് അവർക്കൊരു റിവാർഡ് കൊടുത്ത് ഇങ്ങനെ ഇനിയും കിട്ടാൻ സാധ്യതയുണ്ട്. കോഴിക്കോട്, കണ്ണൂർ ഭാഗങ്ങളിൽ പലരും അത് വെളിയിൽ പറയാറില്ല. ഇതുങ്ങളത് കൂടുതൽ ആൾക്കാരുള്ളതുകൊണ്ട് ആയിരിക്കണം അത് വെളിയിലോട്ട് വന്നത്. എന്തായാലും അവർക്ക് പെർ ഹെഡ് ആ പണി ഒരു 1000 രൂപ വെച്ചിട്ട് കൊടുക്കുന്നതുകൊണ്ട് തടസ്സമില്ല. അത് ഇങ്ങനെയുള്ള നിധികൾ സർക്കാരിലേക്ക് മുതൽ കൂട്ടാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കാൻ കണക്കാക്കിയിട്ട് ഇതിൻ്റെ റിവാർഡ് കൊടുക്കാൻ വകുപ്പുള്ളത് കൊണ്ട് ആ തൊഴിലുറപ്പ് സ്ത്രീകൾക്ക് റിവാർഡ് കൊടുക്കുന്നത് നല്ലതാണ്.